ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് രാവിലെ തന്നെ നമ്മൾ ചായക്ക് വെള്ളം വെക്കുന്നുണ്ട്. ഈ ചായക്ക് വെള്ളം വെച്ച് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നുള്ളൊരിതാണ്. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചായയൊക്കെ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചത് ഷൻസിന് ഞാൻ വിചാരിച്ച് നെയ്ച്ചോറുണ്ടാക്കി കൊടുക്കാമെന്ന്. കുക്കറിൽ ലേശം അരി ഇട്ടിട്ട് അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. അവന് എന്താ പറയുക, ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സ്കൂളിലേക്ക്. അങ്ങനെ ഞാൻ കുക്കറിൽ ഇങ്ങനെ നെയ്യിൽ ഉള്ളിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കന്, ഇന്നലെ വാങ്ങിച്ച ചിക്കന് ഇങ്ങനെ മസാല ഒക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നേരം വെളുത്തതിൻ്റെ ശേഷം അപ്പോൾ അതിനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ മസാല സെറ്റ് ചെയ്തിട്ട് തലേന്ന് തന്നെ വെച്ചതാണ്. അതൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ആദ്യം വിചാരിച്ചത് ദോശ ഉണ്ടാക്കാമെന്ന്. പിന്നെ അത് ഉപ്പുമാവിലേക്കായി. ഉപ്പുമാവുമ്പോൾ പെട്ടെന്ന് കഴിയും. പിന്നെ അവന് ലഞ്ചിന് ഇങ്ങനെ നെയ്ച്ചോറ് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ലേശം ഇങ്ങനെ കുക്കറിലിടാമെന്ന് വിചാരിച്ചിട്ട് നെയ്യൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ആ ചിക്കൻ ഫ്രൈയിലേക്ക്. അങ്ങനെ അത് ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് വെക്കണം. ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഉപ്പുമാവിൽ റവ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഇങ്ങനെ ക്യാരറ്റ്, അതുപോലെ കറിവേപ്പ്, പച്ചമുളക്, ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ റവ ഇങ്ങനെ വറുത്തപ്പോൾ ഞാനത് ഇങ്ങനെ പേപ്പറിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാണ്ട് ഉപ്പുമാവ്. അതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് എന്താ പറയുക, സിമ്പിളായിട്ട് കഴിയില്ല. ആദ്യം ആ ദോശക്കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അരി അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ട്. ഇത് ഇന്നലെ വാങ്ങിച്ച ചിക്കനാണ്. അത് ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചതായിരുന്നു. അതൊന്ന് വെള്ളം പോക്കിയിട്ട് ഇതുപോലെ കറിയൊക്കെ സെറ്റാക്കി ഞാൻ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വിസിൽ വരാണ്ട്. ചിക്കൻ ഇന്നലെ തന്നെ ഒക്കെ നന്നാക്കി വെച്ചതുകൊണ്ട് ഇന്ന് ആ ഒരു പണിയൊക്കെ കുറഞ്ഞു കിട്ടിട്ടോ. അവന് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതാണ്. ലഞ്ച് ബോക്സിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെയ്ച്ചോറാണ്. പിന്നെ ആ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തതും അങ്ങനെ കൊടുത്തേക്കുന്നതാണ്. അപ്പം നെയ്ച്ചോറായിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ലഞ്ച് ബോക്സിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കറീൻ്റെ ചെറിയ കുഞ്ഞ് ഇതായിട്ട് എടുത്തത്, അതിലേക്ക് ലേശം കറി മാത്രം, അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ കറി മാത്രമേ അവൻ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തതാണ്. അവനും അവൻ്റെ ഫ്രണ്ടും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. അതാണ് ഞാൻ അങ്ങനെ 2 പീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അവരങ്ങനെയാണ് സ്കൂളിൽ. അവനെന്തേലും കൊണ്ടുവന്നാൽ ഇവനും കൊടുക്കും, ഇവനെന്തേലും കൊണ്ടുവന്നാൽ അവനും കൊടുക്കും. അങ്ങനെയാണ് അവർ ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസ് ഇങ്ങനെ ഫ്രൈ ചെയ്തത് വേറൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ കൊടുത്ത്. ഇത് പിന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്ന് അവന് കിറ്റ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ്. സ്നാക്സിന് അവന് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ 5 or 10 അങ്ങനെ എന്തെങ്കിലോ അങ്ങനെ കൊടുക്കലാണ് ഞാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ സ്നാക്സ് ഇങ്ങനെ പൊരിക്കടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ക്യാൻറ്റീനിൽ. ചില ടൈമിൽ കേട്ടോ, എല്ലാ ടൈമിലും അങ്ങനെ കൊടുത്തേക്കാറൊന്നുമില്ല. ചില ടൈമിൽ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ ഞാൻ കൊടുത്തേക്കാറുണ്ട്. കാരണം മക്കളല്ലേ, അവർക്കിങ്ങനെ കഴിക്കാൻ ആഗ്രഹം തോന്നുമല്ലോ ഫ്രണ്ട്സുകളെ കൂടെ. അങ്ങനെ കൊടുക്കുന്നതാണ്. അങ്ങനെ ഉപ്പുമാവൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് അവന് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. കട്ടൻ ചായയാണ്. രാവിലെ ഇങ്ങനെ പാലിടാതെ ഞാൻ അങ്ങനെ കട്ടൻ ചായയാണ് കൊടുക്കുക. പിന്നെ ഈവനിങ്ങിന് സ്നാക്സ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ എന്താ പൊടി, അതുപോലെ പാലും ഇട്ടിട്ട് ഞാനിങ്ങനെ വെള്ളച്ചായ കൊടുക്കാറുണ്ട്. അങ്ങനെ അവന് ഉപ്പുമാവ് കഴിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ടൈം എടുക്കും. ഈ സ്കൂൾ ബസ് വരുമ്പോഴത്തേക്കും അവന് കഴിച്ച് കഴിയൂല എന്ന് മനസ്സിലായപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. ഉപ്പുമാവ് കഴിക്കാൻ ലേശം മടിയാണ്. അവന് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് അല്ലത്. അവന് ദോശയൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇതിപ്പോൾ ഞാൻ കഴിക്കാനില്ല, പക്ഷേ മടി പിടിച്ചാണ് കഴിക്കുക. എൻ്റെ നിർബന്ധപ്രകാരം കഴിക്കുന്നതാണ്. അങ്ങനെ ഞാൻ വാരി കൊടുത്ത് അത് കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ബാഗിലേക്ക് കിറ്റ് കൊണ്ടുപോകുന്നില്ലല്ലോ, ബാഗിലേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സൊക്കെ, വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കിറ്റ് എടുക്കാത്തതും. പിന്നെ കറിയായിട്ടൊന്നും വലിയ ഇല്ലല്ലോ, ലേശം കറിയിലുള്ളൂ. പിന്നെ ലീക്കാവാനൊന്നുമില്ല. ഇന്ന് പിന്നെ ഒരുപാട് സബ്ജക്റ്റ് ഇല്ല. ഞാനിത് എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഒരുപാട് സബ്ജക്റ്റും ഇല്ല. അങ്ങനെ പിന്നെ അതാ സ്കൂൾ ബസ് വരാനായി അവൻ പോകുന്നതാണ്. അവിടെ പിന്നെ വേറെ മക്കൾസ് ഉണ്ട് കേട്ടോ. സ്കൂളിലേക്ക് പോകാൻ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുമിച്ചാണ് പോവുക. ഒരു 3-4 മക്കൾസ് ഉണ്ട്. അപ്പോൾ അവരെ കൂടെ അങ്ങനെ പോകലാണ്. അപ്പോൾ ബസ് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. ബസ് വന്ന് അവൻ അങ്ങനെ അതിൽ കയറിപ്പോയിട്ടോ. ഇനിയിപ്പോൾ 4:45, ഒരു 4:40, 4:50 ആ ഒരു ടൈമിലാണ് കേട്ടോ ഇനി റിട്ടേൺ വരിക. സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ മദ്രസയിൽ പോകാനുണ്ടാവും. പിന്നെ ഒരുപാട് ടൈം ഉണ്ടാവില്ല കേട്ടോ കളിക്കാനൊന്നും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നതാണ്. ഞാൻ ഉപ്പുമാവ്, ചിക്കൻ കറി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ഷാനുസിനും ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവന് കറി വേണം, ഉപ്പുമാവ് കഴിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കും കറി വേണം കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ്റെ കറി എടുത്തിട്ട്
ലേശം ഉപ്പുമാവൊക്കെ കഴിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാ. ഇത് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇനി ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കുക വെച്ചാൽ രാവിലെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ ആ കറി തന്നെയാണ്. അതിലേക്ക് തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കാനുണ്ട്. തേങ്ങാക്കറിയാണ് കേട്ടോ. പിന്നെ ഇതാ നെയ്ച്ചോറ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്, വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക കേട്ടോ. അതിലേക്ക് ജസ്റ്റ് ആ ഒരു ഉള്ളി ഇതൊക്കെ വാട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഇത് പിന്നെ ക്യാബേജ് ഉപ്പേരിയിലേക്കാണ് തേങ്ങ, അതിലേക്കും അതുപോലെ ചിക്കൻ കറിയിലേക്കും തേങ്ങ രണ്ടിനും കൂടിയാണ് കേട്ടോ തേങ്ങ ചിരകി വെച്ചത്. ഇതാ ഇങ്ങനെ നെയ്ച്ചോറിൻ്റെ അരി ആ ഉള്ളി ഇതൊക്കെ വാട്ടിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കണമെന്നാണ്. എന്നിട്ട് തിളച്ച വെള്ളം അതിലേക്ക് നമ്മൾ അളന്നിട്ട്, അരി എത്രയാണോ എടുത്തത് ആ അളവിലാണല്ലോ നമ്മൾ അളന്നൊഴിക്കുക. അതുപോലെ വെള്ളത്തിലേക്ക് അളന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന മാതിരി, പക്ഷെ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അരി ഒന്നും ഇങ്ങനെ ഒട്ടി നിൽക്കില്ല, ഒക്കെ ഇങ്ങനെ വേറിട്ടതിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ നെയ്ച്ചോറ്. അങ്ങനെ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയായി വരണം. അങ്ങനെ നെയ്ച്ചോറ് അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി തേങ്ങൻ്റെ അരപ്പ്, അതായത് ചിക്കൻ കറിയിലേക്ക് തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കാണ്ട്, പിന്നെ അതുപോലെ ക്യാബേജിലേക്ക് നമ്മളിതാ ഇങ്ങനെ തേങ്ങ ഒതുക്കി, തേങ്ങ ഇങ്ങനെ പച്ചമുളക്, ഉപ്പ് അങ്ങനെ ഇട്ടിട്ട് കറിവേപ്പ് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കടുകിൽ വറവിട്ടിട്ട് അങ്ങനെ ഉപ്പേരി പോലെ നമ്മൾ വെക്കാട്ട് ചെയ്യുക. ഇവിടെ അങ്ങനെ വെക്കാറാണ്. ചില സ്ഥലത്ത് കാണാൻ ഇങ്ങനെ തേങ്ങ ഇടാതെ ഇങ്ങനെ ഇത് മാത്രം, ക്യാബേജ് മാത്രം ഇങ്ങനെ മുളക് കറിവേപ്പ് ഇട്ടിട്ട് അങ്ങനെ ക്യാബേജ് വെക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ഇട്ട് വെക്കുന്നതാണ്. അങ്ങനെ ആ തേങ്ങ അങ്ങനെ അരപ്പൊക്കെ അരച്ചെടുത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ നെയ്ച്ചോറ് സെറ്റായി. അതിലേക്ക് കുറച്ച് ചമ്മന്തിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഉള്ളി പച്ചമുളക് അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ. അതിലേക്ക് ക്യാബേജ് ഉപ്പേരി റെഡിയാക്കി എടുക്കാണ്ട്, അത് കടുകിൽ വറവിട്ടിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ്. രാവിലെ ചിക്കൻ കറി വെച്ചല്ലോ, അതിലേക്ക് തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചിട്ട് അതിങ്ങനെ തേങ്ങ അരച്ച് വെച്ച് കറി ആക്കിയിട്ടുണ്ടല്ലോ ചിക്കൻ കറി. ഇനി എന്താ പറയുക, നമ്മൾ രാവിലെ ദോശയിലേക്ക് ദോശ അരയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചരി കുതിർത്ത് വെച്ചില്ലേനോ, അത് ജസ്റ്റ് എന്താ പറയുക അപ്പത്തിന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചേ. എന്നാൽ പിന്നെ വൈകുന്നേരം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ലോണം നന്നാവും. ക്യാബേജ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ കടുകിൽ വറവിട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഫുഡ് എടുക്കുന്നതാണ് കേട്ടോ. ചിക്കൻ കറി അതുപോലെ നെയ്ച്ചോറും ക്യാബേജ് ഉപ്പേരി പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി വെക്കുന്നുണ്ട്. രാവിലെ തന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ്ങിന് വൈകുന്നേരം ആകുമ്പോഴത്തേന് അപ്പം ചൂടുമ്പോൾ നല്ലോണം നന്നാവും. രാവിലെ അരച്ച് വെച്ചതായതുകൊണ്ട് അങ്ങനെ അപ്പത്തിന് വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേണോ ഇനി അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കാൻ. ഈവനിങ്ങിന് സ്നാക്സിന് അവന് വന്നാൽ പിന്നെ ഒരുപാട് ടൈം ഉണ്ടാവില്ല. 5:30 മണിക്ക് മദ്രസ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനേക്കും മദ്രസയിലെത്തണം. ഒരു 5:15 ആകുമ്പോഴത്തേന് തന്നെ മദ്രസയിലെത്തണം. അപ്പോൾ അവൻ വന്നാൽ 4:45 വരുന്ന ടൈം. അപ്പോൾ പിന്നെ അത് ചുട്ടെടുത്തിട്ട് ചൂടാറി കഴിക്കാനൊന്നുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം മാവ് ഞാൻ ഒക്കെ റെഡിയാക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട് കിച്ചണിൽ. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ അതാണ്ട അപ്പം നല്ലോണം നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവൻ വരുമ്പോഴത്തേക്കും വേഗം ചായ ഇതും കൊടുത്താൽ മതി കേട്ടോ. അധികവും അവൻ വരുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ സ്നാക്സ് ചായക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഞാൻ ചോറ് കൊടുക്കും. ചോറ് കഴിക്കാൻ മടിയനാണ് അവൻ ഈ വൈകുന്നേരം ടൈമിൽ അധികം ചോറ് അങ്ങനെ കഴിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ജ്യൂസോ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെ അവന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്, വന്ന കോലാണ് ഇട്ടത്. അങ്ങനെ ലഞ്ച് ബോക്സ് ഞാൻ ഇന്നും ഇങ്ങനെ സെർച്ച് ചെയ്യും കേട്ടോ. കാരണം ലഞ്ച് ബോക്സിൽ ഈ ഫുഡ് കഴിച്ചോ എന്നുള്ളത് നോക്കണ്ടേ. നമ്മൾ കഷ്ടപ്പെട്ട് കൊടുത്തേക്കുന്നതാണ്, കഴിച്ചണോ ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ആ ഒരു ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ബാഗൊക്കെ തുറന്ന് നോക്കിയിട്ട് ലഞ്ച് ബോക്സൊക്കെ എടുത്ത് ഒക്കെ നോക്കിയപ്പം ഫുള്ള് കഴിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറിന്. അത് നമ്മൾ RKG നെയ്യ് ഉണ്ടല്ലോ, അതിട്ടിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവറിൽ നല്ലൊരു ഫ്ലേവറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഴിക്കും. അങ്ങനെ അവൻ മേലൊക്കെ കഴുകി വന്ന് ചായ കൊടുക്കുന്നതാണ്. രാവിലെ ഞാൻ കട്ടൻ ചായയാണല്ലോ കൊടുത്തത്. അപ്പോൾ ഈവനിങ്ങിന് ഞാൻ അധികം ഇങ്ങനെ പാൽപ്പൊടിയോ പാലോ അങ്ങനെ എന്തുണ്ടെങ്കിൽ വെള്ളച്ചായ ആയിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ.
അങ്ങനെ അതൊക്കെ അവൻ കഴിക്കുന്നതാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇനിയിപ്പോൾ 5:30 മദ്രസ സ്റ്റാർട്ട് ചെയ്യും. മദ്രസ സ്റ്റാർട്ട് ചെയ്യുമ്പം വാട്സപ്പിൽ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് അയച്ചു കൊടുക്കണം ഉസ്താദിന്. അയച്ചു കൊടുക്കാത്ത മക്കൾസിന് അടി കിട്ടും. അപ്പോൾ എനിക്കെന്തോ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഓതി അയച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഓതുന്നുണ്ട്. കാരണം അത് ഉസ്താദ് ചെയ്യുന്ന നല്ല കാര്യമാണ് തോന്നിയിട്ടോ. കാരണം ഖുർആനോത്ത് നല്ലോണം പഠിക്കും. അങ്ങനെ പേടിച്ചിട്ട് മക്കൾ ഓതി വിടുമ്പം അങ്ങനെ ഞാൻ തൊപ്പി എടുത്തു കൊടുത്ത് ഇങ്ങനെ തുണി ഇങ്ങനെ വെള്ളക്കുപ്പായോ അങ്ങനെ ഇട്ട മദ്രസയിലേക്ക് ഇട്ട് പോകേണ്ടി നിർബന്ധമാണത്. വെള്ളക്കുപ്പായോ വെള്ളത്തുണി വേണം. അപ്പോൾ ഞാൻ വെള്ള തൊപ്പി കൊടുത്തപ്പോൾ അത് വേണ്ട, കളർ തൊപ്പി മതി പറഞ്ഞ് അത് ഇട്ടിട്ട് പോവുകയാണ്. ഇനി ആൾ വരെ 7:30 മണിക്കാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.